സ്റ്റേജിലേക്ക് ഒരുപാട് സ്നേഹത്തോടുകൂടി കടന്നു വന്ന സ്നേഹബഹുമാനപ്പെട്ട ഷോണസിനെ കാരണഭൂതരായ 4ാം ക്ലാസ് പുറകിൽ ഇരിപ്പുണ്ട്. അവരെ ഓരോരുത്തരെയായി നമ്മുടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. വിദ്യാഭ്യാസം പൂർത്തിയാക്കി സ്കൂളിനോട് വിട പറയാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, ചേട്ടന്മാരെ, ചേച്ചിമാരെ ഒക്കെ നിങ്ങൾക്ക് വളരെ പരിചയം അല്ലേ? ഇരിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് അറിയത്തില്ലേ? പിന്നെ തൊട്ട് അടുത്ത വല്ല നമ്മളുടെ ഉണ്ടോ? അവര് ടീച്ചർ പറഞ്ഞ പോലെ അവരുടെ ഈ സ്കൂളിലെ അവരുടെ പരിശീലനത്തിന്റെ കാലഘട്ടം അവസാനിച്ചു. അവരടുത്ത തലത്തിലേക്ക് പോകാം. നമ്മളെല്ലാവരും ഇവിടുന്ന് നിങ്ങൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ അടുത്തല്ല, ഇവിടുന്ന് പോലെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ 2 കൊല്ലം കഴിയുമ്പോൾ പോകും. എല്ലാവരും ഇവിടുന്ന് പോകും. അപ്പം അവരും ഇപ്പം അവരുടെ സമയമായി. ഞാൻ അവിടെ ഇരുന്നപ്പോഴും ഇന്നലെ രാവിലെ എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ ഓർത്തു 4ാം ക്ലാസ് ഇപ്പോഴത്തെ 4ാം ക്ലാസ്സിലെ കുട്ടികളെ എല്ലാവരും സജീവമായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്ന. ഞങ്ങളോടാണേലും രാവിലെ ഡോൺസിന്റെ നേതൃത്വത്തിൽ പള്ളിമുറിയിലേക്ക് ആൾക്കാർ വരികയും അവിടെ തൊട്ട് ശിവാനും അമലും മോളോട്ടനും അങ്ങനെ കുറെ പേരൊക്കെ പള്ളിമുറിയിലേക്ക് വരികയും നമ്മളോട് വർത്താനം പറയുകയൊക്കെ ചെയ്തിരുന്ന ഒത്തിരിയേറെ കൂട്ടുകാർ. അത് 4ാം ക്ലാസ്സിലെ ഒരു പ്രത്യേകതയാണ്. ഇവിടുന്ന് പല മത്സരങ്ങൾക്ക് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്നത് 4ാം ക്ലാസ്സിൽ നിന്നായിരുന്നു. ഒത്തിരിയേറെ മിടുക്കരായ കൂട്ടുകാരുണ്ടായിരുന്നു. പഠന കാര്യങ്ങളിലും കായിക കാര്യങ്ങളിലും കലാപരമായ കാര്യങ്ങളിലും എല്ലാം മികവ് പുലർത്തിയ ഒത്തിരിയേറെ പേരുണ്ടായിരുന്നു. സ്കൂളിന്റെ ആനിവേഴ്സറിയുടെ സമയത്തൊക്കെ നിങ്ങൾ നടത്തിയ പരിപാടികളൊക്കെ ഞാൻ പ്രത്യേകം ഓർക്കുകയായിരുന്നു. ആ സമയത്തൊക്കെ കുറെ കൂട്ടുകാർ ഇവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. പരിശീലനത്തിനായിട്ടും സഹായത്തിനായിട്ടും എല്ലാത്തിനും കാര്യങ്ങളുണ്ടായിരുന്നു. ഇവരൊരു സ്കൂളിലെ ഏറ്റവും സീനിയർ കുട്ടികളുടെ ഉത്തരവാദിത്വം ഇവർ നന്നായിട്ട് ചെയ്തു. ഇവര് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണെങ്കിലും അവരൊരു 7ാം ക്ലാസ്സിന്റെ ഒക്കെ പക്വത പലപ്പോഴും കാണിക്കുന്ന എനിക്ക് കാണാൻ സാധ്യതയുണ്ട്. അത് അവരുടെ ഇളയ കുട്ടികളെ സ്നേഹത്തോടെ പെരുമാറുന്ന കാര്യത്തിലാകട്ടെ, ഇളയ കുട്ടികളെ സംരക്ഷിക്കുന്ന കാര്യത്തിലാകട്ടെ, ഇവരെല്ലാം ഒരു ജ്യേഷ്ഠനായിട്ടും നല്ലൊരു ചേച്ചിയായിട്ടും എല്ലാം ഇവര് ഈ സ്കൂളിന് അധികം ശുശ്രൂഷകളും വലിയ കാര്യമായിട്ടുള്ള സംഭാവനകളും നൽകിയിട്ടുണ്ട്. ഈ സ്കൂളിന്റെ അസിസ്റ്റന്റ് മാനേജർ എന്ന നിലയ്ക്ക് ഈ സ്കൂളിനെ നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും, ഈ സ്കൂളിന് വേണ്ടി നിങ്ങൾ അധ്വാനിച്ച അധ്വാനങ്ങൾക്കും, നിങ്ങൾ ഈ സ്കൂളിന്റെ പേരിന് അല്ലെങ്കിൽ നിങ്ങളുടെ കലാപരമായ കായികപരമായ മികവ് കൊണ്ട് നിങ്ങളുടെ സ്കൂളിന്റെ പേര് ഉയർത്തുവാൻ നിങ്ങൾ പല കാര്യങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. എല്ലാത്തിനും വേറെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പറഞ്ഞ പോലെ ഈ പൈകാൽ LP സ്കൂളിന്റെ പേര് ഇനി നാടറിയുന്നത് അല്ലെങ്കിൽ ഈ ലോകം അറിയാൻ പോകുന്നത് നിങ്ങളിലൂടെയാണ്. നിങ്ങൾ ഓരോ സ്ഥലത്ത് വിജയം കൈവരിക്കുമ്പോൾ, ഓരോ ഉന്നതമായ നിലയിൽ ജീവിതത്തിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ നിങ്ങളോട് ചോദിക്കും ഏത് സ്കൂളിലാണ് നിങ്ങൾ പഠിച്ചത്. നിങ്ങളുടെ ആ കാര്യങ്ങളൊക്കെ ഇപ്പം IAS IPS വലിയ നിലയിലേക്ക് എത്തുന്നവരുടെയൊക്കെ പ്രൈമറി എഡ്യൂക്കേഷൻ ഉൾപ്പെടെ ഇന്ന സ്ഥലത്ത് പഠിച്ചതാണ്, ഇന്ന രീതിയിൽ വളർന്ന ആളാണെന്ന് പറയും. അപ്പം നിങ്ങളൊരു നല്ല ജോലി എന്ന് മാത്രമല്ല, നല്ല സ്വഭാവവും നല്ല വ്യക്തിത്വവും നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് നിങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് അപ്പൊ നിങ്ങളോട് എല്ലാവരും ചോദിക്കും എവിടെ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും പൈക LP സ്കൂളിൽ, ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ പഠിച്ചതാണ്. അങ്ങനെ പറയുമ്പോഴാണ് ഈ സ്കൂളിന് അഭിമാനം. ഈ നിങ്ങളുടെ അധ്യാപകരെ ഇവിടെ ഒത്തിരിയേറെ പേരുണ്ട്. അവര് ഈ 4 വർഷക്കാലം നിങ്ങളെ പഠിപ്പിച്ചവരാണ്, നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചവരാണ്, നിങ്ങളുടെ ഒരു അമ്മയെ പോലെ, ഒരു അപ്പനെ പോലെ, ഒരു ചേട്ടനെ പോലെ, ഒരു സഹോദരിയെ പോലെ ഒക്കെ കാത്തു സൂക്ഷിച്ചവരാണ്. ഇവരുടെ എല്ലാ ആഗ്രഹം നിങ്ങൾ വളർന്ന് മിടുക്കരായിട്ട് വളർന്നു വരണമെന്നുള്ളതാണ്. നിങ്ങളെ കുറിച്ച് നല്ലത് മാത്രം കേൾക്കാൻ ഇടവരണം എന്നുള്ളതാണ്. ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളെ ഈ വിദ്യാലയത്തിൽ നിന്നും ഈ കൈപിടിച്ച് നടത്തുക, ഈ പുതിയൊരു ജീവിത പഥാവിലേക്ക് നിങ്ങളെ ആനയിക്കുക. അങ്ങനെ ആനയിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. എല്ലാവരോടും നന്നായിട്ട് പെരുമാറാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ സ്വഭാവമാണ് എല്ലാവരും നോക്കുക. ഇപ്പം ഒരു പുതിയ സ്കൂളിലേക്ക് എത്തും, അവിടെ ആദ്യം തന്നെ അടിയും തൊള്ളവും വഴക്കവും ആയി കഴിഞ്ഞാൽ ചോദിക്കും നീ ഏത് സ്കൂളിൽ പഠിച്ചിട്ട് വന്നാടാ ചോദിക്കും അല്ലേ? അങ്ങനെ നമ്മൾ പറയും സ്കൂളിൽ പഠിച്ചതാണ് ടീച്ചറെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ വില പോയി അല്ലേ? അങ്ങനെ നിങ്ങൾ ചെയ്യാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നിങ്ങളെല്ലാവരും നല്ല മിടുക്കരായ കുട്ടികളാണ്. നിങ്ങൾ നല്ല വ്യക്തിത്വമുള്ളവരാവണം. നന്നായിട്ട് ആൾക്കാരോട് പെരുമാറാൻ നിങ്ങൾക്ക് സാധിക്കണം. എല്ലാവരെയും ബഹുമാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇവിടെ നിങ്ങൾ അധ്യാപകരെ നിങ്ങളുടെ സ്നേഹമുണ്ട്. ഞാൻ ടൂറിസ്റ്റിലൊക്കെ വരുമ്പം നമ്മൾ ചോദിക്കും ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ ഏതാ? ഇഷ്ടമുള്ള ടീച്ചറിനെ ടൂറിസ്റ്റിൽ പറയും. ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന ആരാ? ഞാൻ ചുമ്മാ ചോദിക്കും, ചുമ്മാ അറിയാൻ വേണ്ടി ചോദിക്കുന്നു. അതൊക്കെ ഇവർ കുട്ടികളെല്ലാം നോട്ട് ചെയ്യും. പക്ഷെ ഇവർക്ക് എല്ലാ അധ്യാപകരോടും വലിയൊരു സ്നേഹം മക്കളോട് സംസാരിക്കും. മക്കൾക്കുണ്ട് ആ സ്നേഹം. നിങ്ങൾ ഇനിയും കാത്തു സൂക്ഷിക്കണം. ഇനിയും നിങ്ങൾ ഈ അധ്യാപകരെ കാണുമ്പോൾ വിഷ് ചെയ്യണം. അധ്യാപകരെ സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഇടയ്ക്കൊക്കെ ഈ സ്കൂളിലേക്ക് ഇനി ആനിവേഴ്സറിക്കൊക്കെ വരുമ്പോൾ ഇവിടെ വന്ന് കലാപരിപാടികൾ കൂടിയിട്ട് പോകുന്ന അല്ലാതെ ഈ അധ്യാപകരോട് നിങ്ങൾ സംസാരിക്കണം. ഈ അധ്യാപകരുടെ പല സ്കൂളുകളിലേക്ക് ചിലപ്പോൾ മാറിപ്പോകും, വേറെ സ്ഥലങ്ങളിലേക്ക് പോകും. ചിലപ്പോൾ ചിലർ കുറെ ആൾ കഴിയുമ്പോഴും ഈ പഠനത്തിന്റെ അധ്യാപന ജോലിയൊക്കെ മാറ്റി അവസാനിപ്പിച്ച് റിട്ടയർ ചെയ്ത് വീടുകളിലേക്ക് ഒതുങ്ങി പോകും. അപ്പോഴും നിങ്ങളാണ് ഇവരുടെ സമ്പാദ്യം. ഓരോ അധ്യാപകന്റെയും സമ്പാദ്യം അവർ പഠിപ്പിച്ച വിദ്യാർത്ഥികളാണ്. നിങ്ങളാണ് ഇവരുടെ സ്വത്ത്. ഇവർ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്നതും പരിപാലിക്കുന്നതും നിങ്ങളെയാണ്. അപ്പൊ ആ ഒരു പ്രതിസ്നേഹം തിരികെ ഈ അധ്യാപകർക്ക് നൽകാനും ഈ കലാലയത്തോട്, ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തോട്, ഈ മാതൃഗ്രഹത്തോട് എപ്പോഴും വലിയൊരു സ്നേഹം കാത്തു സൂക്ഷിക്കാനും
നമ്മുടെ ഈ സ്കൂളിന്റെ പേര് കളയുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരുടെയും നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായിട്ട് നിങ്ങൾ വളർന്നു വരാനും നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എല്ലാ ആശംസകളും നേരുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൂടുതൽ പഠിക്കാൻ പലവിധ കഴിവുള്ളവരുണ്ട്. ചിലപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം, പഠിക്കാൻ എളുപ്പമുള്ളവരുണ്ടാകും, നല്ല മാർക്ക് കിട്ടുന്നവരുണ്ടാകാം, മാർക്ക് കുറവുള്ളവരുണ്ടാകും. ഇതൊന്നും കുഴപ്പമില്ല, ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾ നല്ല മക്കളായിട്ട് വളർന്നു വരിക എന്നുള്ളതാണ് സമൂഹത്തിന്, സഭയ്ക്ക്, സമുദായത്തിന്, നമ്മളായിരിക്കുന്ന വീടിന്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, മാതാപിതാക്കൾക്ക്, അധ്യാപകർക്ക് അഭിമാനമായ മക്കളായിട്ട് വളർന്നു വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വഭാവം നമുക്ക് കളങ്കപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇപ്പോഴേ ഒരു ശ്രദ്ധ കാത്തു സൂക്ഷിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുകയാണ്. പിതാവിന്റെ തിരുനാളോടടുക്കുകയാണ്. കാരണം പിതാവിന്റെ തിരുനാൾ ദിവസമാണ്, നമ്മുടെ പിതാവിന്റെ നാമത്തുള്ളതാണ്. നിങ്ങളെയും ദേശീയത്തിന്റെ മാധ്യസ്ഥം വഴി ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കുള്ള തുടർന്നുള്ള പഠന കാലഘട്ടവും ദൈവാനുഗ്രഹം നടന്നതാകട്ടെ. നല്ല പഠനവും നല്ല ജോലിയും നല്ല വിജയകരമായ ഒരു ജീവിതവും നിങ്ങൾക്ക് എല്ലാവർക്കും കൈവരുവാൻ വേണ്ടി ഈ അധ്യാപകരോടൊപ്പം ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ മീറ്റിംഗിലേക്ക് എന്നെ സ്വാഗതം ചെയ്തതിനും അതുപോലെ തന്നെ ഒരു ഇത്രയും നല്ല കുട്ടികളെ യാത്രയാക്കാനുള്ള അവസരം ഒരുമിച്ച് നമുക്ക് സാധിക്കുന്നതിലും ദൈവത്തിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു വ്യക്തിയെ പരിപൂർണമായ മനുഷ്യനാക്കി തീർക്കുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രൈമറി വിദ്യാഭ്യാസമാണ്. ചരിത്രത്തിന്റെ ഓർമ്മ ഒരിക്കലും മറക്കാത്ത ഒരു പ്രൈമറി വിദ്യാഭ്യാസമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്. കോവിഡ് മഹാമാരി നമ്മുടെ സമൂഹത്തെയും ജീവിതത്തെയും മാറ്റി നിർത്തുകയും തുടർന്ന് ഓൺലൈൻ ഓഫ്ലൈൻ വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിൽ വരികയും നവ്യമായ അനുഭവമാണ് സൃഷ്ടിച്ചത്. എങ്കിലും നമ്മുടെ പൈകാൽ ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ നമുക്ക് ആനന്ദപ്രദമായ വിദ്യാഭ്യാസമാണ് ഒരുക്കി തന്നത്. ഈ അനുഭവ തലങ്ങളെ നന്ദിയോടെ ഓർക്കാം. ചിരികളിലൂടെയും ആനന്ദപ്രദമായ രീതികളിലൂടെയും ഒരു അമ്മയെ പോലെ നമ്മളെ പരിശീലിപ്പിക്കുകയും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയും ഉള്ള ഹെഡ്മിസ്ട്രസ് ലിസ സിസ്റ്ററിനെ പ്രാർത്ഥനയോടെ ഓർക്കുന്നു. വിവിധ നഴ്സറിയിൽ സന്തോഷകരമായ സാഹചര്യവും സമഗ്രം ടീച്ചർമാരെ ആയമാരെയും സ്നേഹവും ഓർക്കുന്നു. 1ാം ക്ലാസ്സിൽ കഥകളിലൂടെയും കളികളിലൂടെയും അക്ഷരത്തിൻ്റെ പുതിയ ലോകത്തിൽ കൈപിടിച്ചു നയിച്ച സൂര്യ ടീച്ചറിനെ നന്ദിയോടെ ഓർക്കുന്നു. 2ാം ക്ലാസ്സിൽ ചിത്രരചനകളിലൂടെയും പാട്ടിലൂടെയും പഠനത്തിലൂടെയും വിവിധ തലങ്ങളെ സൃഷ്ടിച്ച മുൻ ഹെഡ്മിസ്ട്രസ് ടീച്ചറിനെയും
പ്രാർത്ഥനയോടെ ഓർക്കുന്നു. 3-ാം ക്ലാസ്സിൽ നിരീക്ഷണത്തിലൂടെയും ചിന്തകളിലൂടെയും പഠനത്തിലൂടെയും വിവിധ മാർഗങ്ങളെ ഒരുക്കി തന്ന ഞങ്ങളുടെ ജിസാറിനെ അഭിമാനത്തോടെ ഓർക്കുന്നു. 4-ാം ക്ലാസ്സിലെ പരീക്ഷണത്തിലൂടെയും ആശയഗ്രന്ഥത്തോടെയും പഠനത്തിൻ്റെ നൂതനമായ ശൈലികളിലൂടെയും പ്രൈമറി വിദ്യാഭ്യാസത്തിലെ സമാനവും ഞങ്ങൾക്ക് കാണിച്ചു തരികയും പരിശീലിപ്പിക്കുകയും ചെയ്ത ചിത്ര ടീച്ചറിനെ ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഞങ്ങളെ സ്നേഹിച്ച് നയിച്ച മുൻ മേഴ്സി ടീച്ചറിനെയും എപ്പോഴും കൂടെ നിന്ന കൊച്ചറാണി ടീച്ചറിനെയും വിവിധ പ്രോഗ്രാമുകളിൽ തന്നെ നേഴ്സറി അനു ടീച്ചറിനെയും മരിയ ടീച്ചറിനെയും സൗമ്യ ടീച്ചറിനെയും ഇപ്പോൾ നമ്മളെ നിരന്തരം പരിശീലിക്കുന്ന റിയ ടീച്ചറിനെയും കലാമത്സരത്തിൽ നമ്മളെ സഹായിച്ച അർജന സിസ്റ്ററിനെയും വിവിധ പ്രോഗ്രാമുകൾ തരുന്ന ടീച്ചറെയും ഈ സ്കൂളിലെ വന്ന നാൾ മുതൽ രുചികരമായ ആഹാരം ഒരുക്കി തന്ന ആൻസി ചേച്ചിയെ വിവിധ അവസരങ്ങളിൽ നമ്മുടെ കൂടെ സ്നേഹത്തോടെ നയിച്ച ഈ ഇടവകയിലെ വൈദികൻ കൈക ആരാധന മഠത്തിലെ മദർ സിസ്റ്റേഴ്സ് പി അംഗങ്ങൾ സീന ചേച്ചി, സുനി ചേച്ചി, SMYM അംഗങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, മുൻ PTA അംഗങ്ങൾ, മാതൃജ്യോതി അംഗങ്ങൾ തുടങ്ങിയ എല്ലാവരുടെയും നന്ദി ഓർക്കുന്നു. മനസ്സിൻ്റെ ഓർമ്മച്ചെപ്പിൽ നല്ല ഓർമ്മകൾ സൃഷ്ടിച്ച പൈക ലിറ്റിൽ പവർ LP സ്കൂളിൻ്റെ വെളിച്ചം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം എന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ലിറ്റിൽ പവർ. 4-ാം ക്ലാസ്സിലെ കൂട്ടുകാരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, അധ്യാപകരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, വളരെ വ്യത്യസ്തമായി ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു 7-8 LP സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും കാണാത്ത രീതിയിൽ സാധാരണ സിസ്റ്റർ അറിയാം, വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു സെൻഡ് ഓഫ് നടത്തുകയാണ് സാധാരണ എല്ലായിടത്തും ചെയ്യുന്നത്. എന്നാൽ പൈക ലിറ്റിൽ പവർ സ്കൂളിലെ 2025-26 വർഷത്തെ 4-ാം ക്ലാസ്സുകാരുടെ ഒരു സെൻഡ് ഓഫ് ഒരു നവ്യമായ ഒരു അനുഭവമായിരുന്നു. 10-ാം ക്ലാസ്സിലെ +2-ൻ്റെ ഒക്കെ ഒപ്പം അതിനേക്കാൾ ബെറ്ററായ രീതിയിൽ എല്ലാ അധ്യാപകരെ ബഹുമാനിക്കുന്നു. മാതാപിതാക്കൾ കുട്ടികളോട് ചേർന്ന് നിന്ന് ഈ പരിപാടികളെല്ലാം നല്ല വിജയപ്രദമായ രീതിയിൽ ക്രോഡീകരിക്കാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ കടമെടുക്കുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ പേര് യശസ്സൊക്കെ ഉയർത്തുന്നത് നിങ്ങൾ പോകുന്ന സ്കൂളുകളിലെ നിങ്ങളുടെ പെരുമാറ്റം അനുസരിച്ചാണ്. അവിടെയൊക്കെ നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ പേര് പൈക എന്ന് പറയുന്ന ഈ ഗ്രാമമല്ല, ഈ പട്ടണത്തിൻ്റെ തന്നെ ഉയർത്താൻ പറ്റുന്ന നമ്മുടെ പള്ളിക്ക് ഒരു പൊതുസ്ഥാപനമുള്ളത് സ്കൂളാണ്. ഏറ്റവും മനോഹരമായ രീതിയിൽ നമ്മുടെ ദേവാലയം വളരെ ഇവിടുത്തെ വിശ്വാസികൾ വളരെ ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ വിദ്യാലയത്തെയും ഈ വിദ്യാലയത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വലിയ ആൾക്കാരൊക്കെ ആയി കഴിയുമ്പോൾ ഇതിനെ പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുള്ള മുഖങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കില്ല. അവരെയൊക്കെ ഈ സ്കൂളിൽ വന്ന് ഈ സ്കൂളിൽ അന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾ വേണ്ട രീതിയിൽ സഹായിക്കുകയും ജസ്റ്റ് ഒന്ന് വന്ന് സ്നേഹാന്വേഷണം നടത്തുകയൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങളെ പരിശീലിപ്പിച്ചതിൻ്റെ പൂർവ്വപരമായിട്ടുള്ള അതിൻ്റെ സാധ്യതകളും സാഹചര്യങ്ങളും സംജാതമാകുന്നത്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. തീർച്ചയായിട്ടും നല്ല പിള്ളേരായിരുന്നു നിങ്ങളെ. ഞാൻ ഓർക്കുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു ഇതിൽ നഴ്സറി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കലും ടീച്ചർ വരണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ടീച്ചറിനെ ആദ്യകാലം ടീച്ചർ വരുന്നതാണ് ഒരു ദിവസം. ടീച്ചറിനെ പലപ്പോഴും പേരൻസിനെ വയ്യായിയൊക്കെ വരുമ്പോൾ പലപ്പോഴും മാറ്റി വയ്ക്കുന്നതാണ്. 4-5 പിള്ളേർ വളരെ രസകരമായ രീതിയിൽ ഓൺലൈൻ ക്ലാസ്. ഞാൻ അന്ന് എൻ്റെ മനസ്സിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മുടെ ലേറായും ഇവാലിനും ജസ്ലിനും ക്രിസും ഇവിടെ പഠിച്ചു. അവർ ജോലിൻ്റെയൊക്കെ പോകുന്ന ഞാനത് നല്ല കൈ പിടിച്ച് എൻ്റെ മനസ്സിൽ ഇന്നും ആ ഓർമ്മ നിലനിൽക്കുന്നുണ്ട്. അവരെ കയ്യെ പിടിച്ച് ഈ പിള്ളേർ എനിക്ക് മാറിപ്പോവായിരുന്നു. ഈ പിള്ളേരെ കണ്ടത് അതിൻ്റെ ഒരു ഷേപ്പാണ്. പെൺകുട്ടികൾ 3 പേരും. അപ്പോൾ ഇവരിവിടെ വന്ന് നല്ല രീതിയിൽ അവരുടെ LKG വിദ്യാഭ്യാസം നടത്തി. പിന്നെ 1, 2, 3, 4 ക്ലാസ്സുകളിലൊക്കെ നല്ല രീതിയിൽ പൊരുതിയാണ് അച്ഛൻ പറഞ്ഞതുപോലെ നമ്മളിവിടെ പല വിജയങ്ങളും നേടിയത്. മറ്റ് പല സ്കൂളുകളുടെ സാഹചര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് സബ് ജില്ലയിലെ പല ഉന്നത വിജയങ്ങളും മികവുകളൊക്കെ നമുക്ക് നേടുവാൻ സാധിച്ചു. അതിനെല്ലാം തന്നെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിന് നേതൃത്വമൊക്കെ നൽകിയത് നമ്മുടെ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്സസ്, വികാരിച്ചന്, കോച്ചസിന്, കൈക്കാരന്മാർ, അവരെല്ലാം നന്ദിയോടുകൂടി ഓർക്കുന്നു. അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ, എനിക്ക് തോന്നുന്നുണ്ട് ഒരു LP സ്കൂളിലും ഇല്ലാത്ത രീതിയിൽ നല്ല ഒരു സെൻഡ് ഓഫ്. ടീച്ചറിനൊക്കെ അറിയാം, വളരെ പെട്ടെന്ന് തന്നെ ഒരു സെൻഡ് ഓഫ് ഈ അവസരം തള്ളിക്കുട്ടി കുട്ടികൾക്ക് ചെറിയൊരു സമ്മാനം കൊടുത്ത് തിരികെ എത്തിച്ചു കൊടുത്ത് വിടുകയാണ് സാധാരണ എല്ലാ സ്കൂളിലും. എന്നാൽ ഇവിടെ വ്യത്യസ്തമായ അനുഭവങ്ങളും മനസ്സിൻ്റെ ഓർമ്മച്ചപ്പിൽ എന്നും സൂക്ഷിക്കാൻ പറ്റും. എല്ലാ അധ്യാപകരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തത് മാതാപിതാക്കളുടെ വലിയ ഒരു സഹകരണം പ്രോത്സാഹനം കൊണ്ടാണ്. മാതാപിതാക്കളെ നന്ദിയോടുകൂടി ഓർക്കുന്നു. നിങ്ങളുടെ കൂടെയുള്ള അധ്യാപകർ ഓർക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഒന്നിലെ
പുതിയതായി വന്ന ഒരു കുട്ടി പോലും കണ്ണുനീർ ഒഴുക്കുകയാണ്. നോക്കി അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. ഇതൊക്കെ വലിയൊരു അനുഭവങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നൽകും. നിങ്ങൾ നല്ല മിടുക്കരായിട്ട് വരണം. തീർച്ചയായിട്ടും സമൂഹത്തിലെ നാനാതലങ്ങളിൽ വർക്ക് ചെയ്യേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. അവിടെയൊക്കെ നല്ല മിടുക്കര പിള്ളേരായിട്ട് നിന്ന് നിങ്ങൾ പ്രവർത്തിച്ച് ഓർക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ 4ാം ക്ലാസ്സിൽ പരിശീലിപ്പിച്ചത് ചിത്ര ടീച്ചറാണ്. ടീച്ചർ വളരെ നല്ല രീതിയിൽ ക്രിയാത്മകമായ രീതിയിൽ ടീച്ചർ 4ാം ക്ലാസ്സിലെ കുട്ടികളെ വളരെ നല്ല രീതിയിൽ സജ്ജമാക്കിയിരുന്നു. അതിന് ടീച്ചറിനെയും പ്രത്യേകമായിട്ട് ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അതുകൊണ്ട് എല്ലാ ടീച്ചേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.